നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നാശം പിടിച്ചവളുടെ കഴുത്തിൽ എന്റെ മകൻ കെട്ടിയ താലി കിടന്നാലല്ലേ നിങ്ങളുടെ മകൾക്ക് സത്യഭാമയുടെ പ്രീതി സമ്പാദിച്ച് അവിടെ പറ്റിക്കൂടാനൊക്കൂ. വസുമതി ആന്റി, അങ്ങനൊന്നും ഞങ്ങള് ചിന്തിച്ചിട്ടില്ല. അതങ്ങനെയാടി, നീ ചിന്തിച്ചു നിർത്തുന്നിടത്തുനിന്ന് വസുമതി ചിന്തിച്ചു തുടങ്ങും. വെഡിങ് കാർഡുമായി ഞാൻ ക്ഷണിക്കാൻ വന്നപ്പോ സത്യഭാമ എന്താ പറഞ്ഞത്? ഒരാൾക്കു കൂടി ഇലയിടണമെന്നല്ലേ? ഇവളെ രണ്ടാം കെട്ടിന് കെട്ടിയെടുക്കാൻ പോകുന്നവന് എന്നിട്ട് എവിടെയാടി അവൻ? ആ അപശകുനത്തിന് പിന്നാലെ നടന്ന് നീ പിന്നെ മണ്ടനാവുക. ആ അമ്പാലിയോ കുഞ്ഞമ്മയുടെ മകളെയും കെട്ടി നീ സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. വസുമതി ആന്റി, അങ്ങനെ ഒന്നുമില്ല. വസുമതി ആന്റിയെ തോൽപ്പിക്കാൻ വേണ്ടി വെറുതെ സത്യമ്മ എന്തോ പറഞ്ഞെന്ന് കരുതി. തോൽപ്പിക്കാൻ, അതാണ് പോയിന്റ്. സത്യഭാമയ്ക്ക് എവിടെയും ജയിക്കണം. അതിനുവേണ്ടി അവൾ എന്ത് കളിയും കളിക്കും. പക്ഷേ സത്യഭാമയെ ജയിപ്പിക്കാൻ വേണ്ടി തോറ്റു തരാൻ വസുമതി ഉദ്ദേശിച്ചിട്ടില്ലല്ലോ ശാലിനി. ഞാൻ ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വരുമ്പോ അവള് മകളോട് പറയും ഒപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് എന്റെ മകന്റെ വിവാഹാലോചന നടക്കുമ്പോ മകളെയും മരുമകളെയും കൂട്ടി അത് മുടക്കാൻ പറഞ്ഞയക്കും. മകന്റെ വിവാഹ ക്ഷണക്കത്തുമായി വരുമ്പോ അവള് പറയും അവളുടെ മകളെ അവൾ അതിനു മുമ്പേ കെട്ടിച്ചു വിടുമെന്ന്. അതിനു പിന്നാലെ മകൾക്ക് തുലാഭാരം നടത്താൻ എന്റെ മകനെ വിളിച്ചു വരുത്താൻ മരുമകളെ പറഞ്ഞയക്കും. അത്രയ്ക്ക് കേമിയ സത്യഭാമ. ആന്റി, ഞാനിനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും സത്യമ്മ അറിഞ്ഞുകൊണ്ടല്ല. നീ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. എന്നെ ഒന്നും മനസ്സിലാക്കിയേക്കും വേണ്ട. മ്യൂച്വൽ ഡിവോഴ്സിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇവൾ ഇനി അർജുൻ ആരുമല്ല, വെറും അന്യായ ഒരു സ്ത്രീ. അയ്യോ മോനെ, നീ ഇവിടെ നിൽക്കുന്ന കാര്യം അമ്മ അങ്ങ് മറന്നുപോയിട്ടോ. എന്റെ മോനെ, മോനിതെന്താ പറ്റിയത്? അല്ല, മോനെങ്ങനെ ഇവിടെ വന്നു? ഇവരെല്ലാരും കൂടി കൂടോത്രം ചെയ്ത് മോന്റെ മനസ്സ് മാറ്റിയോ? ഇവിടുന്ന് നിക്കണ്ട കേട്ടോ, ഇവരൊക്കെ ചീത്ത കൂട്ടങ്ങളാ. ഇവരൊക്കെ കൈവിഷം തന്ന് മയക്കിക്കളയും മോനെ. വന്നേ, വാ. ഞാനത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലമ്മേ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രീതിയെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അമ്പാലിക കുഞ്ഞമ്മയുടെ മകളുമായിട്ടുള്ള വിവാഹം നടക്കാനും പോകുന്നില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിശ്ചയിച്ച തീയതിയിൽ തന്നെ വസുമതി കുഞ്ഞമ്മയുടെ വീട്ടുമുറ്റത്തൊരു പന്തൽ ഉയരും. ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് മുമ്പിൽ വെച്ച് നീ റോഷ്നിയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് സ്വന്തം കഴുത്തിൽ ഒരു വര വരയ്ക്കും വസുമതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.